ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വേട്ടയാടി സൈന്യവും അക്രമികൾക്കൊപ്പം സൈന്യവും ഹിന്ദുക്കളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ബംഗ്ലാദേശിലെ അതിക്രമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ജനം ടിവിക്ക് ലഭിച്ചത്. അതിനിടെ 178 ഭീകരരെ പോലീസ് മോചിപ്പിച്ചു. ബംഗ്ലാദേശിൽ നടക്കുന്നത് ഭരണകൂട ഭീകരതയെന്ന് അടിവരയിടുന്ന ദൃശ്യങ്ങളാണിത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരർ ഹിന്ദുക്കളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ബംഗ്ലാദേശ് സൈന്യവും പോലീസും ജിഹാദികൾക്കൊപ്പം കൂടുന്നു. ഹിന്ദു ഭവനങ്ങളിൽ സൈന്യം നടത്തിയ അതിക്രമത്തിൽ ധാരാളം പേർ കൊല്ലപ്പെട്ടു. നിരവധി ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകളെ ബംഗ്ലാദേശ് പട്ടാളവും പോലീസും തട്ടിക്കൊണ്ടുപോയതായാണ് വിവരം. ഭാരതത്തിലേക്ക് കൃത്യമായ രേഖകളുമായി യാത്ര ചെയ്യാൻ ശ്രമിച്ച 63 ഇസ്കോൺ സന്യാസിമാരെ ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേന തടഞ്ഞിരുന്നു. കഴിഞ്ഞ 25-ന് തുടങ്ങിയ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ 4 ക്ഷേത്രങ്ങൾ പൂർണ്ണമായി തകർന്നു. നിരവധി ക്ഷേത്രങ്ങൾ ഭാഗികമായി തകർക്കപ്പെട്ടു. കൃഷ്ണദാസ് പ്രഭു ഉൾപ്പെടെ 4 സന്യാസിമാർ ജാമ്യം ലഭിക്കാതെ ജയിലിൽ തുടരുകയാണ്. സർക്കാരും ജുഡീഷ്യറിയും സൈന്യവും ഭീകര സംഘടനകളും ചേർന്ന് നടത്തുന്ന വംശഹത്യയാണ് ബംഗ്ലാദേശിലേത്. അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഓർത്ത് ആശങ്കയിലാണ് ലോകം. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, മനുഷ്യ മനസാക്ഷി പോലും നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ വളരെയധികം നാളുകളായി ഹൈന്ദവർക്ക് നേരെ വളരെ ശക്തമായ ആക്രമണം നടക്കുന്നു. ഏറ്റവും ഒടുവിലായി വിവിധ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുപോലെ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഹിന്ദു വിരുദ്ധ കലാപം നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന വസ്തുത നമുക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ട ദൃശ്യം കുറച്ചുകൂടി ഗൗരവമുള്ളതും ഞെട്ടിപ്പിക്കുന്നതുമാണ്. കാരണം ആ രാജ്യത്തിന്റെ സൈന്യവും പോലീസും മറ്റ് സുരക്ഷാ സേനാ സംവിധാനങ്ങളും തന്നെ ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കുകയും സ്ത്രീകളെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ്. അതായത് ഭരണകൂട ഭീകരതയാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അടിവരയിടുന്നതായ ദൃശ്യങ്ങളാണ് നമുക്ക് ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. പട്ടാളം തന്നെ ചേർന്ന് അക്രമികൾക്കൊപ്പം ഹിന്ദുക്കളെയും മറ്റ് മതവിഭാഗങ്ങളെയും ആക്രമിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്യുന്നു. ഇതിനെല്ലാം ബംഗ്ലാദേശിന്റെ സൈന്യവും അതോടൊപ്പം തന്നെ അവിടുത്തെ പോലീസും എല്ലാം ഒത്താശ ചെയ്യുന്നുവെന്ന ദൃശ്യങ്ങളിലൂടെ നമുക്ക് ലഭ്യമാവുകയാണ്. നേരത്തെ തന്നെ ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേന നടത്തിയൊരു നീക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്കോൺ സന്യാസിമാർ ഭാരതത്തിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവരെ തടയുകയാണ്. അവരുടെ കയ്യിൽ കൃത്യമായ വിസ ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന രേഖകളും ഉണ്ടായിട്ടും അവരെ തടസ്സപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ 4 സന്യാസിമാരെ അറസ്റ്റ് ചെയ്ത സംഭവം നമുക്കറിയാം. കോടതിയാകട്ടെ അവർക്ക് ജാമ്യം നൽകുവാനോ ആ കേസ് പെട്ടെന്ന് പരിഗണിക്കുവാനോ തയ്യാറാകുന്നില്ല. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ പട്ടാളക്കാരുൾപ്പെടെ ഇറങ്ങി അവിടുത്തെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും രാജ്യവ്യാപകമായി പ്രതിഷേധം ഭാരതത്തിലെമ്പാടും നടക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മനുഷ്യത്വമുള്ള മുഴുവൻ സമൂഹവും ബംഗ്ലാദേശിൽ ഈ അക്രമം നിർത്തണം എന്ന ആവശ്യമാണ് ജിഹാദികൾക്ക് മുന്നിൽ വെക്കുന്നത്. പക്ഷെ അവിടുത്തെ ഭരണകൂടം തന്നെ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന അക്രമമാണ് അവിടെ നടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. വിഷ്ണു, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.